ഹായ് ഹലോ ഏഞ്ചലാണ്. അപ്പോൾ ദേ ഇന്നത്തേത് ഒരു ലോങ് വീഡിയോ ആണ്. ഞങ്ങൾ മൂവിക്കൊക്കെ പോയി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാനും തത്തുമ്മയും കൂടെ നേരെ ചെല്ലാനത്തോട്ട് പോവുകയാണ്. ഇന്ന് സാറ്റർഡേ ആണ്, നാളെ സൺഡേ. ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ, അതായത് അഖിലയുടെ കുഞ്ഞിൻ്റെ ബാപ്റ്റിസം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കരുതി എന്നാൽ ഇന്ന് ചെല്ലാനത്തോട്ട് പോയിട്ട് നാളെ ബാപ്റ്റിസത്തിന് അവിടെ നിന്ന് പോകാമെന്ന് കരുതി. അപ്പോൾ ബാക്കി വിശേഷങ്ങളും പോകുന്ന വിശേഷങ്ങളും എല്ലാം കാണിച്ചു തരാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സാറ്റർഡേ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വേറെ വീഡിയോസൊന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. കാര്യം ഭയങ്കര മഴയും കാറ്റുമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വേറെ വീഡിയോസൊന്നും എടുത്തില്ല വീട്ടിൽ വരുന്നതിൻ്റെ. ഇത് സൺഡേ മോർണിംഗ് ആണ്. കുറച്ച് കപ്പ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചാച്ചനും അമ്മച്ചിയും തത്തും മേജിൻ ചേട്ടനും കൂടെ കപ്പ പറിക്കാൻ വേണ്ടി വന്ന് നിൽക്കുവാണേ. അങ്ങനെ ദേ അവിടെ കൊണ്ടായിരുന്ന കുറച്ച് കപ്പ ഇതെല്ലാവരും കൂടെ പറിച്ച് സെറ്റാക്കി കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ മെഹൂസ് കാറ്റഗിസത്തിന് പോയി കേട്ടോ. ഇന്ന് സൺഡേ ക്ലാസ് ഉള്ള ദിവസമാണല്ലോ. അപ്പം മെഹൂസിനെ കൊണ്ട് മേജിൻ പപ്പായും തത്തും കൂടെ കൊണ്ട് ആക്കിയിട്ട് വന്നതാണ്. എന്നിട്ട് പിന്നെ അതേ അവർ കപ്പ പറിക്കാനായിട്ട് മാറി നിന്നു. അങ്ങനെ അതേ കപ്പകളൊക്കെ എല്ലാം കിട്ടി. അതിനുശേഷം പിന്നെ ഞാൻ പിന്നെ റെഡിയായി ബാപ്റ്റിസത്തിന് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. ബാപ്റ്റിസം കഴിഞ്ഞ് പിന്നെ ഞാനും തത്തും നേരെ മാരാരിക്കുളത്തോട്ട് പോകും കേട്ടോ. കാരണം തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നില്ല. കാര്യം ഓൾറെഡി ഉച്ചയായല്ലോ. പിന്നെ നൈറ്റ് മഴയൊക്കെ എന്തെങ്കിലും ആണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് പോക്ക് നടക്കത്തില്ല. അങ്ങനെ ഞങ്ങളിതേ ബാപ്റ്റിസത്തിന് വേണ്ടി ഇറങ്ങി. ഇപ്പോൾ ഞങ്ങൾ അഴീക്കൽ വന്നു കേട്ടോ. അഴീക്കൽ വെച്ചിട്ടാണ് ബാപ്റ്റിസം. ഇതേ ഇവിടെ. അങ്ങനെ ഞങ്ങളിത് ബാപ്റ്റിസം വീട്ടിലോട്ട് വന്നു. തിരികെ വരുമോ കളിയും ചിരിയും, മധുരം പകരും നിമിഷം. തിരികെ വരുമോ മലരും തളിരും, മഴയായി പൊഴിയും നിമിഷം. ജന്മങ്ങൾ തീർന്നാലും ബന്ധങ്ങൾ മായാതെ, ജന്മങ്ങൾ തീർന്നാലും ബന്ധങ്ങൾ മായാതെ ഒന്നാകും നിമിഷം. തിരികെ വരുമോ കളിയും ചിരിയും, മധുരം പകരും നിമിഷം. ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങോട്ടാണ് ബാപ്റ്റിസത്തിന് പോയതെന്ന്. ഓൾറെഡി അഖിലയുടെ കുഞ്ഞിനെ കാണാൻ പോയ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് റിൻസിയുടെ വീടാണ് കേട്ടോ. അഴീക്ക് തന്നെയാണ് അവളുടെ വീട്. അങ്ങനെ പിന്നെ ഞങ്ങളിതേ എല്ലാം കൂടെ അങ്ങോട്ട് കയറിയതായിരുന്നു കേട്ടോ റിൻസിയുടെ വീട്ടിൽ. ആസ് യൂഷ്വൽ എല്ലാം കൂടെ മുറിക്കകത്ത് കയറിയെന്ന് വർത്താനം. പക്ഷേ എല്ലാം ഇല്ല, സത്യം പറഞ്ഞാൽ ഞാനും റോസും ലിറ്റിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം ബാക്കി അവൾമാരെല്ലാം തന്നെ പോയിട്ടുണ്ടായിരുന്നു. രണ്ടുപേര് വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ കയറി അവിടെ ഇരുന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളാണെങ്കിൽ ഒരു കാര്യം സത്യം പറഞ്ഞാൽ മറന്നുപോയി. എന്നുവെച്ചാൽ നമ്മളും അങ്ങനെയാണല്ലോ, 10th ഫ്രണ്ട്സ് കൂടിയിട്ട് ഞങ്ങൾ കുറേ ഇരുന്നിങ്ങനെ സംസാരിച്ച് അങ്ങനെ ഇരുന്നേ. പിന്നെ ഓർത്തത് അടുക്കളയിൽ ഒരുത്തി ഒറ്റയ്ക്കിരുന്ന് ചായ ഇടുവാണല്ലോ എന്ന്. പിന്നെ നേരെ അടുക്കളയിലോട്ട് കയറി. ഇതാട്ടോ റിൻസിയുടെ ഹസ്ബൻഡ്. ചേട്ടൻ ലീവിന് വന്നതാണ്. അങ്ങനെ പിന്നെ അത് അവൾ ഒരു ലോഡ് സാധനം കാപ്പിക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഇപ്പം കയറി നിന്ന് അടുക്കളയിൽ കയറി നിന്ന് പണിയുവാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഇതുപോലെ തന്നെ പറയുമോ വീഡിയോ. നല്ല രസമായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് പോരാൻ തോന്നത്തില്ല. വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് അവിടെ മാറിയിരിക്കും. അതാണ് നമ്മുടെ ശീലം. സമയം പോകുന്നതേ അറിയത്തില്ല. കുഞ്ഞുങ്ങളുടെ വിശേഷവും നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും. നമ്മൾ കുഞ്ഞിലെ പഠിക്കും. ഞാൻ അവിടെ ഫോൺ വെച്ചേക്കുന്ന ഇവൾമാരും കണ്ടിട്ടില്ലേ? ലാസ്റ്റാണ് ഇവൾമാർ കാണുന്നത്. അയ്യോ അവിടെ ഫോൺ ഇരിപ്പുണ്ടല്ലേ എന്ന്. അങ്ങനെ എന്താ പറയുക, മൊത്തം വിശേഷമൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ 10th തിരിച്ചു പോയതുപോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരെയുമായിട്ട് കണ്ട് ഞങ്ങളിതേ അവളുടെ ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കുവാണ്. ഇതിനകത്ത് വല്ലതും ഉണ്ടോടി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവിടെ കുറേ രാജ്യത്തിൻ്റെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നെ അതൊക്കെ നോക്കി കുറേ നേരം അവളായിട്ടൊന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് നിന്നു. ശരിക്കും എന്താ പറയുക, ഒരു പോസിറ്റീവ് മൂഡാണ് ഈ ഫ്രണ്ട്സുമായിട്ട് കൂടുന്ന ഒരു വൈബ് എന്ന് പറയുന്നത്. കാരണം ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചൊരു ദിവസം ഒരു വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് നടക്കുന്നില്ല. ഒന്നെങ്കിൽ അവരെല്ലാവരും കൂടുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എത്തിപ്പെടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടുമ്പോൾ ഞാൻ എത്തിപ്പെടുന്നില്ല.
എന്തെങ്കിലും അസൗകര്യങ്ങൾ മൊത്തത്തിൽ എന്താ പറയുക, മൊത്തത്തിലൊരു അസൗകര്യക്കേടായിരിക്കും എനിക്ക് എപ്പോഴും. അങ്ങനെ പിന്നെ എന്നെ എല്ലാവരും കൂടെ ചായ കുടിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതേ റോസ് പോകാൻ ഇറങ്ങി. അവളും കുഞ്ഞും ചേട്ടനും കൂടെ പോയി കുറച്ച് അധികം നേരം പിന്നെയും ഞങ്ങൾ ഇരുന്ന് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മാരക്കുളത്തോട്ട് പോകാനായിട്ട് ഇറങ്ങി. അങ്ങനെ പിന്നെ വണ്ടിയാണെങ്കിൽ അവിടെ പുകഞ്ഞ് വലിച്ചിട്ട് വരുന്നില്ല. പിന്നെ അവരെല്ലാവരും കൂടെ വന്ന് വലിച്ചു തന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോകാനായിട്ട് ഇറങ്ങി. ഞാനും ഇറങ്ങിക്കഴിഞ്ഞാട്ടോ ലിറ്റി ഇറങ്ങിയത്. ഞങ്ങൾ ഇനി നേരെ മാരക്കുളത്തോട്ട്. ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. കാര്യം നമ്മളുടെ കുഞ്ഞിലേ തൊട്ടുള്ള ഫ്രണ്ട്സിനെ കാണുക, അവരോട് എൻജോയ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ മക്കളാണെങ്കിലും ഇപ്പം ഹസ്ബൻഡ്, ഞങ്ങളുടെ എല്ലാവരുടെയും ഭർത്താക്കന്മാരാണെങ്കിലും ഒക്കെ എല്ലാം ഞങ്ങളെപ്പോലെ തന്നെ അവരും ഫ്രണ്ട്സായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പം അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങളുടെ മക്കളാണെങ്കിലും അതുപോലെ തന്നെ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷങ്ങളുമായി വരാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു. തിരികെ വരുമോ മലരും തളിരും, മഴയായി പൊഴിയും നിമിഷം. ജന്മങ്ങൾ തീർന്നാലും ബന്ധങ്ങൾ മായാതെ.